മലയാളികൾക്ക് ഓരോ വീടുകളിലേക്കും ഇനി പ്രതിമാസം 7,000 രൂപ വരെ അല്ലെങ്കിൽ 6,000-ഓ 7,000 രൂപയോ നിലവിൽ ലഭിക്കുന്ന പദ്ധതികൾക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത്. അതായത് നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് ധനസഹായം എത്തുന്ന രീതിയിൽ വമ്പൻ ക്ഷേമ പദ്ധതികൾ സർക്കാർ പരിഷ്കരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രധാന രേഖകളെന്ന് പറയുന്നത് നമ്മുടെ റേഷൻ വിഹിതം കൈപ്പറ്റുന്ന റേഷൻ കാർഡ് തന്നെയാണ്. അതുമാത്രമല്ല ആധാറും ഇതിൻ്റെ പ്രധാന രേഖയാകും. ബാങ്ക് അക്കൗണ്ടും ഉള്ളവർക്കായിരിക്കും സഹായങ്ങൾ ലഭിക്കുക. അപ്പോൾ ഏതെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ 2025 നവംബർ മാസം മുതൽ നമുക്ക് ലഭ്യമാവുക എന്ന വീഡിയോയിലൂടെ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. എന്തെല്ലാം സഹായങ്ങളാണ് പണമായിട്ടൊക്കെ ലഭിക്കുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറയാം. ഏറ്റവും ആദ്യം നമുക്ക് സപ്ലൈകോ വഴിയും അല്ലെങ്കിൽ റേഷൻ കടകൾ വഴിയും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എടുക്കാം. എല്ലാ മാസങ്ങളിലും റേഷൻ കാർഡുകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. BPL AY റേഷൻ കാർഡാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. ഇനി APL വിഭാഗത്തിലെ കാർഡുകളാണെങ്കിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി ഇട്ട് വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളും. എന്നാൽ ഇത് കൂടാതെ സപ്ലൈകോ വഴി 12-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാ മാസവും അതും 50% വരെ വിലക്കിഴിവിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ ഒരു സമയത്ത് സപ്ലൈകോയുടെ 50ാമത് വാർഷികമൊക്കെ അനുബന്ധിച്ച് വമ്പൻ ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന ഭക്ഷ്യവിഹിതം, അതായത് അരി മുൻപ് 10 കിലോ ആയിരുന്നത് 20 കിലോയാക്കി ഉയർത്തുമെന്ന് ഇപ്പോൾ തന്നെ സപ്ലൈകോ അറിയിച്ചു കഴിഞ്ഞു. അതിനുള്ള നടപടികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, നമുക്ക് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 1 കിലോ പഞ്ചസാര 5 രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. സ്ത്രീ ഗുണഭോക്താക്കളാണ് സപ്ലൈകോയിലെത്തിയ ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ അവർ വാങ്ങുന്ന പല പ്രൊഡക്റ്റുകൾക്കും 10% നിലവിലുള്ള MRPയേക്കാൾ ഡിസ്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉണ്ടാവണമെന്ന് മാത്രം. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പദ്ധതി ക്ഷേമ പെൻഷനാണ്. നിലവിൽ 1,600 രൂപ ലഭിച്ചിരുന്ന പദ്ധതിയാണ് നവംബർ മാസം മുതൽ 2,000 രൂപയിലേക്ക് വരുന്നത്. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ പോലും 4,000 രൂപയായി അങ്ങനെ ഒരു സഹായം. അതുമാത്രമല്ല 60 വയസ്സ് കഴിയുമ്പോൾ വാർദ്ധക്യകാല പെൻഷന് വേണ്ടി അപേക്ഷ വയ്ക്കാനും മറക്കരുത്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിലവിൽ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുകയും എത്രയും വേഗം അത് പാസ്സായി കഴിഞ്ഞാൽ പ്രതിമാസം 2,000 രൂപ വീതം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഇനി തീർത്തും അവശതയുള്ളവരാണെങ്കിൽ അവരുടെ കൈകളിലോ സഹായം എത്തിക്കുന്ന രീതിയിൽ സർക്കാർ ഈ സ്കീം 2 രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ വീടുകളിലെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് വീട്ടമ്മ പെൻഷൻ പദ്ധതി, സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പുതിയൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. 1000 രൂപ വീതമായിരിക്കും ഇവർക്ക് പ്രതിമാസം ലഭിക്കുക. അതായത് തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ആനുകൂല്യവും ഉണ്ടാകും. ഇതൊരു വീട്ടമ്മ പെൻഷൻ പദ്ധതിയായിട്ടാണ് സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കാണ്. പ്രത്യേകിച്ച് BPL AY റേഷൻ കാർഡ് ആയിരിക്കണം അവർക്കുള്ളത്. അതായത് മുൻഗണനാ വിഭാഗത്തിലായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഇനി മുൻഗണനാ വിഭാഗത്തിലായിരുന്നാൽ മാത്രം പോരാ, നിലവിൽ വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരായിരിക്കണം. മറ്റ് ജോലികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളൊന്നും ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ രജിസ്ട്രേഷൻ ആയിട്ടില്ല. രജിസ്ട്രേഷൻ ചട്ടക്കൂടുകളെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ ആവിഷ്കരിക്കുന്നേ ഉള്ളൂ. രജിസ്ട്രേഷൻ ആകുന്ന സമയത്ത് വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മളുടെ വീട്ടിലെ വിദ്യാർത്ഥികൾക്ക്, അതായത് നമ്മുടെ മക്കൾക്ക്, അത് ഡിഗ്രി തലമൊക്കെ കഴിഞ്ഞിട്ട് വിവിധ പരിശീലനങ്ങൾ, നൈപുണ്യ പരിശീലനമൊക്കെ നേടുന്നവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വരെ, അതായത് പരമാവധി നമുക്ക് വലിയൊരു സഹായമായിട്ട് തന്നെയാണ് 30 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1,000 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിക്കെല്ലാം കൂടി 10,000 കോടി രൂപയ്ക്ക് മുകളിൽ പ്രതിവർഷം സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങളെ സർക്കാർ നൽകുകയുള്ളൂ എന്നാണ് ധനവകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഈ മാസം മുതൽ ഇതിൽ പല ആനുകൂല്യങ്ങളുടെയും വിതരണം ആരംഭിക്കുകയാണ്. മറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ അറിയിക്കുകയും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.